മക്കഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ച സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിച്ചത്. തിരുവനന്തപുരത്ത് ലോക കേരള സഭയ്ക്ക് തിരിതെളിഞ്ഞതും സാമാന്യ ബോധമുള്ള എല്ലാ മലയാളികളെയും ഞെട്ടിച്ചുകൊണ്ടാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിൽ എത്തി ഇതിനുള്ള നടപടികൾ ഊർജിതമാക്കിക്കൊണ്ടാണ് പ്രത്യേക വിമാനത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത്. 46 ഇന്ത്യക്കാർ മരിച്ചപ്പോൾ അതിൽ 24 മലയാളികൾ ഉൾപ്പെട്ടു. എന്നിട്ടാണ് ലോക കേരള സഭ എന്ന പ്രവാസി സമ്മേളനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും കേരളീയരുടെ ആകമാനം പരിഹാസത്തിന് പാത്രമായിരുന്നത്. മലയാളിയായ KG എബ്രഹാമിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലായിരുന്നു ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായത്. മരിച്ചത് 49 പേരാണ്. ഇതിൽ 46 പേരും ഇന്ത്യക്കാരാണ്. ജീവിതം കരുപിടിപ്പിക്കുവാൻ ഗൾഫ് നാടുകളിൽ പോയി കഷ്ടത അനുഭവിക്കുന്നവരുടെ വിയർപ്പിന്റെ ഓഹരി കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കേരള സഭ കൊണ്ടാടുന്നത്. ഇത്രയധികം മലയാളികൾ മരിച്ച ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടും ഇത്തരമൊരു സമ്മേളനം മാറ്റിവെക്കാനുള്ള മനുഷ്യത്വം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാണിക്കാത്തത് വലിയ മാനസിക വിഷമമാണ് മലയാളികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിണറായിയെ ഓർത്ത് മരിച്ചവരോട് കേരളം മാപ്പ് ചോദിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടരുതേ എന്ന പ്രാർത്ഥനയിലാണ് കേരളം ഇന്ന്. ധവളപത്രം ഇറക്കണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾക്കിടയിൽ 4ാമത് ലോക കേരള സഭയ്ക്കായി കോടികൾ അനുവദിച്ചിരിക്കുന്നു. മേയിൽ 2 തവണയായി 3 കോടി രൂപയാണ് അനുവദിച്ചത്. 15-ന് 2 കോടി രൂപയും 16-ന് 1 കോടി രൂപയുമാണ് അനുവദിച്ചത്. 351 അംഗങ്ങളാണ് പങ്കെടുക്കുന്നത്. ആഗോള സാംസ്കാരികോത്സവം എന്ന പേരിലാണ് 1 കോടി അനുവദിച്ചത്. ഇതിൽ സാംസ്കാരിക പരിപാടിക്ക് 25 ലക്ഷം രൂപയാണ്. പ്രോഗ്രാം കമ്മിറ്റിക്കാണ് സാംസ്കാരിക പരിപാടികളുടെ തെരഞ്ഞെടുപ്പ് ചുമതല. പ്രസ്ഥാനത്തിനും അച്ചടിക്കുമായി 15 ലക്ഷം, പരസ്യത്തിന് 10 ലക്ഷം, പ്രവാസി വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടിക്ക് 20 ലക്ഷം, സഭ അംഗങ്ങളുമായി സഹകരിച്ച് കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസം പരിപാടികളുടെ ഫോട്ടോയും വീഡിയോകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന് 30 ലക്ഷം എന്നിങ്ങനെ തുക അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് 10 ലക്ഷവും താമസത്തിന് 25 ലക്ഷവും വേദിയും വഴികളും അലങ്കരിക്കാൻ 35 ലക്ഷവും വിമാന ടിക്കറ്റിന് 5 ലക്ഷവും മറ്റ് ആവശ്യങ്ങൾക്ക് 20 ലക്ഷം എന്നിങ്ങനെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട ചെലവ് 1 കോടി രൂപ. ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് മാത്രമായി 50 ലക്ഷം അനുവദിച്ചു. ഇതിൽ 19 ലക്ഷം ഓഫീസ് ചെലവുകൾക്കാണ്. സഭയിലെ ശുപാർശകൾ നടപ്പാക്കാൻ 50 ലക്ഷമാണ് നീക്കിവെച്ചത്. ഇതിൽ പബ്ലിസിറ്റിക്ക് മാത്രം 15 ലക്ഷം രൂപ. കുവൈറ്റ് ദുരന്തത്തെ തുടർന്ന് ദീപാലങ്കാരവും പൊതുസമ്മേളനവും ഒഴിവാക്കിയെങ്കിലും ചെലവിനത്തിൽ മുൻപിൽ 4ാം ലോക കേരള സഭ തന്നെയാണ്. സമ്മേളനത്തിനായി മാത്രം 2 കോടി രൂപയും ആഗോള സാംസ്കാരികോത്സവം എന്ന പേരിൽ 3 ദിവസത്തെ കലാപരിപാടിക്കായി 1 കോടി രൂപയും അനുവദിച്ചിരുന്നു. ഈ തുക പിൻവലിക്കാൻ 3 ദിവസം മുൻപ് ലോക കേരള സഭ ഡയറക്ടർക്ക് സർക്കാർ അനുമതി നൽകുകയും ചെയ്തു. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലെ കലാപരിപാടികൾ ഒഴിവാക്കിയതായി സർക്കാർ അറിയിച്ചിട്ടില്ല. 1ാം ലോക കേരള സഭയ്ക്ക് പ്രതിനിധികളുടെ യാത്രാ ചെലവ് ഉൾപ്പെടെ 2,21,861 രൂപയായിരുന്നു ചെലവ്. 2ാമത്തെ സഭ മുതൽ യാത്രാ ചെലവ് പ്രതിനിധികളാവും വഹിച്ചത്. 2ാം സഭ കേരളത്തിന് 1,21,68,733 രൂപയും 3ാം സമ്മേളനത്തിൽ 1,14,49,533 രൂപയുമാണ് ചെലവായത്. ഇത്തവണയും പ്രതിനിധികൾ തന്നെ യാത്രാ ചെലവ് വഹിക്കുമ്പോഴാണ് സർക്കാർ 3 കോടി ചെലവിടുന്നത്. പുറമെ 2 കോടി രൂപ കൂടി കഴിഞ്ഞ ദിവസം നോർക്ക വകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. ലോക കേരള ഓൺലൈൻ പോർട്ടലിനും നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് എന്ന പദ്ധതിയും അവരും വഹിച്ചിട്ടുണ്ട് തുക. മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് ഉപജീവന സഹായം നൽകുന്നതിന് വേണ്ടി കോവിഡ് കാലം മുതൽ ചർച്ച ചെയ്യുന്ന നെയിം പദ്ധതിക്ക് 1 വർഷം മുൻപ് ഭരണാനുമതി ലഭിച്ചുവെങ്കിലും മുന്നോട്ട് പോയിരുന്നില്ല. 2 ദിവസം മുൻപാണ് 2 കോടി രൂപ പിൻവലിക്കാൻ അനുമതി നൽകിയത്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. 3ാം സമ്മേളനത്തിലും പ്രതിനിധികളുടെ കാര്യത്തിൽ സർക്കാർ രഹസ്യം സൂക്ഷിച്ചിരുന്നു. ജൂൺ 16 മുതൽ 18 വരെ ആയിരുന്നു 3ാം ലോക കേരള സഭ വരുന്നത്. 15-ന് പട്ടിക സഹിതം ഉത്തരവിറക്കി. ആദ്യം അനുവദിച്ച 2 കോടി രൂപ ലോക കേരള സഭയ്ക്കായി ബജറ്റിൽ വകവരുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. 2ാമത്തെ 1 കോടി അധികമായാണ് അനുവദിച്ചത്. ചെലവ് ഇനിയും ഉയരും. ബില്ലുകൾ വരുന്ന മുറയ്ക്ക് ധനവകുപ്പ് അധിക ഫണ്ട് അനുവദിക്കുന്നതാണ് പതിവ്. സഭ കഴിഞ്ഞാൽ വിദേശത്ത് 2 മേഖലാ സമ്മേളനങ്ങൾ നടത്തും. ഈ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്നത് സംബന്ധിച്ച മുൻകാലങ്ങളിൽ വിവാദം ഉയർന്നിരുന്നു. 3 ലോക കേരള സഭ നടന്നുവെങ്കിലും പ്രവാസികൾക്ക് പ്രയോജനമുണ്ടായിട്ടില്ല എന്ന ആക്ഷേപം ഉയരുന്നുമുണ്ട്.